Hi students, welcome to today's chemistry class, States of Matter. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഗ്യാസ് ലോസിനെ പറ്റിയാണ്. Gases have various properties which we can observe with our sense, including the gas, pressure, temperature, mass and the volume which contain the gas. പലതരത്തിലുള്ള ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതെല്ലാം ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സയന്റിഫിക് ഒബ്സർവേഷൻ ഹാസ് ഡിറ്റർമിൻഡ് ദാറ്റ് ദീസ് വേരിയബിൾസ് ആർ റിലേറ്റഡ് ടു വൺ അനദർ. വേരിയബിൾസ് ആയ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതെല്ലാം റിലേറ്റഡ് ആണ്. ആൻഡ് വാല്യൂസ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ദ സ്റ്റേറ്റ് ഓഫ് ദ ഗ്യാസ്. There are 4 gas laws. നമ്മൾ 4 ഗ്യാസ് ലോസ് ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ബോയ്ൽസ് ലോ, ചാൾസ് ലോ, ലുസാക്സ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. 4 ലോസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. റോബർട്ട് ബോയ്ലി in 1662 discovered that as pressure on a gas was increased, its volume decreased. റോബർട്ട് ബോയിൽ എന്ന സയന്റിസ്റ്റ് 1662 ബോയിൽസ് ലോ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നായിരുന്നു. ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്, the pressure and volume of a given amount of an ideal gas are inversely proportional. A given amount of gas means a fixed mass or number of molecules. ഇവിടെ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസിനെ അടിസ്ഥാനമാക്കി പറയുകയാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി ആണ് പ്രൊപ്പോർഷണൽ, ഡയറക്റ്റ് അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൽ ബോയിൽസ് ലോയ്ക്കകത്ത് പ്രഷറിന്റെയും വോളിയത്തിന്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അന്നേരം ഓർത്തിരിക്കുക, പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് റോബർട്ട് ബോയ്ലി പറഞ്ഞത്. Robert Boyle observed that the product of the pressure and volume are observed to be nearly constant. നമ്മളിപ്പം പഠിച്ചു പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അതായത് പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v ആണ്, അല്ലെങ്കിൽ പി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v. അന്നേരം നമുക്ക് ആ വിയെ പ്രഷറിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് വരും. അതാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്ന ഇക്വേഷൻ. PV that is equal to constant. C എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. Compressing a gas makes the volume smaller but does not alter the average kinetic energy of the molecule. Temperature ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. PV that is equal to constant. Therefore, pressure increases as volume decreases. Pressure increase ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. ഈ കൺസെപ്റ്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. ബോയിൽസ് ലോയ്ക്കകത്തെ കീ പോയിന്റ്സ് ആണ് ടെമ്പറേച്ചർ ആൻഡ് മോൾസ് ഓഫ് ഗ്യാസ് ആർ കോൺസ്റ്റന്റ്. നമ്മളിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. നമുക്കറിയാം ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. വോളിയവും പ്രഷറും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് ഈസ് എ ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് ഇത് ഏത് ലോയെയാണ് സൂചിപ്പിക്കുന്നത്? അന്നേരം നിങ്ങൾ നോക്കണം, വോളിയവും പ്രഷറുമാണ്. ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഗ്രാഫാണ് കിട്ടുന്നതെങ്കിൽ അത് ഏത് ലോ അനുസരിച്ചായിരിക്കും? ബോയിൽസ് ലോ. അന്നേരം ഓരോ ലോ പഠിക്കുമ്പോഴും അതിന്റെ വേരിയബിൾ പ്രോപ്പർട്ടീസ് അനുസരിച്ചുള്ള ഗ്രാഫ് നമ്മൾ പഠിക്കണം. ഏത് ലോ ആണ് നമുക്ക് ഗ്രാഫിൽ കൂടി മനസ്സിലാക്കാനും സാധിക്കും. പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. പ്രഷറും വോളിയവും എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് 2 പ്രഷറും 2 വോളിയം എടുക്കുക. സെയിം ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് തന്നെയാണ്. സെയിം ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിന്റെ 2 പ്രഷറും 2 വോളിയവും. അതായത് ഒരു സ്റ്റേറ്റില് P1 V1 ആണ് സെയിം ക്വാണ്ടിറ്റി ഉള്ള ഗ്യാസ്, അടുത്ത സ്റ്റേറ്റിൽ അത് P2 V2 ആണ്. P1 V1 that is equal to P2 V2. നമുക്ക് എങ്ങനെയാണ് അത് കിട്ടിയത്?
നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോയിൽസ് ലോ അനുസരിച്ച് പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് P1 V1 that is equal to P2 V2, where P1 is the pressure of a quantity of gas with a volume of V1. P2 എന്താണ്? P2 is the pressure of the same quantity of gas when it has a volume V2. P1 V1 that is equal to P2 V2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ബോയിൽസ് ലോയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. Boyle's law formula is expressed symbolically as P1 V1 that is equal to P2 V2. B is inversely proportional to P for temperature എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു. നമുക്കത് എന്തായാലും കിട്ടിയത് പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കെ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. പി വി ഇത് ബോയ്സ് ലോയിൽ നിന്ന് കിട്ടുന്നതാണ്. പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ, വേർ പി ഇസ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്, ബി ഇസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ്, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഹാസ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ടൈം ഡിസ്റ്റൻസ്. ഈ ഇക്വേഷൻ വച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചോദിക്കാം. P1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ P1ഉം V1ഉം തന്നു, അടുത്ത സ്റ്റേറ്റിന്റെ V2 തന്നെങ്കിൽ P2 നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതിന് ബോയ്ൽസ് ലോയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബോയ്ൽസ് ലോയുടെ ഒരു ഗ്രാഫ് കണ്ടായിരുന്നു, ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഗ്രാഫ് കണ്ടായിരുന്നു, പ്രഷറും വോളിയവും ആയിട്ട്. അടുത്തൊരു സ്റ്റേറ്റ് പ്രഷറും 1/Vയും തമ്മിൽ 1/V എന്ന് പറയുന്നതാണ് എക്സ് ആക്സിനകത്ത്. വൈ ആക്സിനകത്ത് പ്രഷർ കൊടുത്തിരിക്കുക. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. അന്നേരം പ്രഷറും 1/Vയുമാണ് ഇവിടെ നിന്ന് ഓർക്കുക. ഗ്രാഫ് ഓഫ് പ്രഷർ വേഴ്സസ് വോളിയം. രണ്ടാമത്തെ ഗ്രാഫ് പ്രഷർ വേഴ്സസ് 1/V. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ് ഇവിടെ. T1 T2 T3 എന്ന് പറഞ്ഞ പല ടെമ്പറേച്ചേഴ്സ് ആണ്. T3 ആണ് ഏറ്റവും ഗ്രേറ്റർ, ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ T3, അത് കഴിഞ്ഞ് T2 T1. നമുക്ക് രണ്ട് ടൈപ്പിൽ ബോയ്ൽസ് ലോയുടെ ഗ്രാഫ് കിട്ടുന്നു. ഒന്ന് പ്രഷറും വോളിയവും വെച്ചുള്ള ഗ്രാഫ്, രണ്ടാമത്തെ ഗ്രാഫ് പ്രഷറും 1/Vയും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ, വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ഹൈപ്പർബോളിക് ആയിട്ട് കിട്ടുന്നു, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രാഫ് വന്നിട്ട് ഇത് ഏത് ടൈപ്പ്, ഏത് ലോ അനുസരിക്കുന്ന ഗ്രാഫാണ്? നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. എന്നിട്ട് നമ്മുടെ മനസ്സിലോട്ട് വേണം ഇക്വേഷൻ. പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അതിൽ നിന്നാണ് പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നു. അങ്ങനെ രണ്ട് സ്റ്റേറ്റിൽ പറയുകയാണ് P1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2. പ്രഷറും വോളിയവും, രണ്ട് പ്രഷറും വോളിയവും തമ്മിലുള്ള ഈ ഇക്വാലിറ്റിയാണ് നമ്മൾ ബോയ്ൽസ് ലോയിലൂടെ കാണുന്നത്. P1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ ബലൂൺ ഇസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ balloon. At a room temperature, it will burst if pressure exceeds 0.2 bar. If at 1 bar pressure, the gas occupies 2.27 liter volume. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പ്രഷറും വോളിയവും ആണ്. പ്രഷറും വോളിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏത് ഇക്വേഷൻ വരണം? P1 V1 that is equal to P2 V2. Up to what volume can the balloon be expanded? നമുക്കൊന്ന് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി P1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2 എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതാണ് ബോയ്ൽസ് ലോ. ഇനി P1 is 1 bar, V1 will be 2.27 liter. ഇത് ക്വസ്റ്റ്യനകത്തുണ്ട്. ഇഫ് അറ്റ് 1 bar pressure the gas occupies 2.27 liter. ഒരു സ്റ്റേറ്റ് ആണ്, ഒരു ഗ്യാസിന്റെ സെയിം ക്വാണ്ടിറ്റി ഉള്ള ഒരു ഗ്യാസിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. 1 bar പ്രഷറും വോളിയം 2.27. അന്നേരം അത് നമുക്ക് എടുക്കാം. P1 is 1 bar, V1 will be 2.27 liter. അന്നേരം നമുക്ക് 1 into 2.27 that is equal to. ഇനി P2 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. P2 ഇവിടെ തന്നിരിക്കുന്നത് it will burst if pressure exceeds 0.2 bar pressure. അതാണ് 0.2 bar എന്ന് പറയുന്നത് P2 ആണ്. ഇനി നമുക്ക് ആ വോളിയം അറിയത്തില്ല, it will burst എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ വോളിയമാണ് നമുക്ക് അറിയാൻ മേല, അത് V2 അറിയാൻ മേല. അതുകൊണ്ട് നമ്മൾ എഴുതുവാണ് P1 V1 that is equal to P2 V2. V2 അറിയാൻ മേലാത്ത കൊണ്ട് V2 നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. V2 that is equal to P1 V1 by P2. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. P1ന്റെ എന്താണ് വാല്യൂ? പ്രഷർ 1 bar പ്രഷർ, V1 2.27 ലിറ്റർ, P2 എന്താണ്? P2 0.2 bar ആണ്. നമുക്ക് കിട്ടുവാണ് 11.35 ലിറ്റർ. അതാണ് വോളിയം V2 എന്ന് പറയുന്നത്. ഇത് ബോയ്ൽസ് ലോ അനുസരിച്ചുള്ള പ്രോബ്ലം ആണ്. നമുക്ക് പ്രഷറും രണ്ട് സ്റ്റേറ്റിന്റെ പ്രഷറും വോളിയവും തന്നിട്ടുണ്ടെങ്കിൽ, അന്നേരം ഒരെണ്ണത്തിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാൻ മേലെങ്കിൽ നമുക്ക് P1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2നെ റീഅറേഞ്ച് ചെയ്ത് അറിയാൻ മേലാത്ത പ്രഷറാണോ വോളിയമാണോ അറിയാൻ മേലാത്തെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും, ആൻസർ കിട്ടും. ഇപ്പൊ നമ്മള് പ്രഷറും
ഒരു ഗ്യാസിന്റെ പ്രഷറും വോളിയവും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ടാണ് പ്രഷറും വോളിയം റിലേറ്റ് ചെയ്തത്? അല്ല. എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, അല്ലേ? അത് ഓർത്തിരിക്കുക. അടുത്ത ലോ ആണ് ചാൾസ് ലോ. ചാൾസ് ലോ എന്ന് പറയുന്നത് ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ബോയിൽസ് ലോ ഏതായിരുന്നു? ബോയിൽസ് ലോ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ചാൾസ് ലോ പറയുന്നത് ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. ചാൾസ് ലോ സേഡ് ദാറ്റ് പ്രഷർ റിമൈനിങ് കോൺസ്റ്റന്റ്. അതിന് പ്രഷറിനെ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. പ്രഷറിനെ നമ്മൾ അടുപ്പിക്കുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അന്നേരം നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. ചാൾസ് ലോ പറഞ്ഞു വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു. ഓക്കെ, ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. നമുക്ക് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി അല്ലെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരാം. വി ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി എം. അങ്ങനെയാണെങ്കിൽ വി ബൈ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. വി ബൈ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതാണ് നമ്മളിവിടെ രണ്ട് സ്റ്റേറ്റ് കാണിക്കുകയാണ്. സെയിം ക്വാണ്ടിറ്റി ഉള്ള മാസ്, വോളിയവും ടെമ്പറേച്ചറും. V1 by T1 ദാറ്റ് ഈസ് ഈക്വൽ ടു V2 by T2. ഇതാണ് ചാൾസ് ലോ പറയുന്നത്. ചാൾസ് ലോ അനുസരിച്ച് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. വോളിയത്തിന്റെ അടുത്തോട്ട് നമ്മൾ ടെമ്പറേച്ചറിനെ കൊണ്ടുവന്നാൽ V by T ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. രണ്ട് സ്റ്റേറ്റ് സെയിം ക്വാണ്ടിറ്റി ഉള്ള രണ്ട് ഗ്യാസിന്റെ വോളിയം ടെമ്പറേച്ചറും നമ്മൾ പറയുകയാണ് V1 by T1 ദാറ്റ് ഈസ് ഈക്വൽ ടു V2 by T2. ഇത് ചാൾസ് ലോ ആണ്. ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ്. ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പിനകത്ത് പ്രഷർ ആൻഡ് മോൾസ് ഓഫ് ഗ്യാസ് ആർ കോൺസ്റ്റന്റ്. പ്രഷറിനെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്, മോൾസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു. നമുക്ക് ചാൾസ് ലോയുടെ ഒരു ഗ്രാഫ് കണ്ടാൽ എന്താണ്? വോളിയവും ടെമ്പറേച്ചറുമാണ്. വോളിയം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു എന്നാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. വോളിയം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. വോളിയം y ആക്സിസിനകത്ത് കൊടുത്തിരിക്കുന്നു, ടെമ്പറേച്ചർ x ആക്സിസിനകത്ത് കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നു. വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ എന്നാണ് നമ്മുടെ ഈ ഗ്രാഫിലൂടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് വന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഏത് ലോ ആണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയണം. ഇത് ചാൾസ് ലോ അനുസരിച്ച് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഗ്രാഫ് ഈസ് എ ലീനിയർ സ്ട്രക്ചർ. ഓക്കെ, V1 by T1 that is equal to V2 by T2. ഇതുപോലത്തെയും പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു രണ്ട് സബ്സ്റ്റൻസ്, രണ്ട് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് സെയിം ക്വാണ്ടിറ്റി ആണ് ഗ്യാസിന്റെ വോളിയം ടെമ്പറേച്ചർ. ഇപ്പം V1 T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. V2 അറിയാൻ മേല, വോളിയം ഓഫ് സെക്കൻഡ് വോളിയം അറിയാൻ മേലെങ്കിൽ നമുക്ക് V2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്താൽ V2ന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഗ്രാഫ് കാണുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഗ്രാഫാണ്. വോളിയം, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ y ആക്സിസിനകത്താണ് ടെമ്പറേച്ചർ, വോളിയം x ആക്സിസിനകത്ത്. ഒരു ലീനിയർ ഗ്രാഫാണ്. ഡിഫറെന്റ് പ്രഷറാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. പല P1, P2, P3, P4 എന്നുള്ള പ്രഷറാണ്. ഒബ്സർവേഷൻസ് ഓഫ് ചാൾസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇഫ് വി പുട്ട് ദ വാല്യൂ ഓഫ് T ഇൻ ഇക്വേഷൻ ആസ് -273.15 ഡിഗ്രി സെൽഷ്യസ്. അതായത് ടെമ്പറേച്ചർ ആക്സിസിനകത്ത് നോക്കിക്കുക, എവിടെയാണ് -273.15 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത്? ഇവിടെയാണ് കാണുന്നത്. We can see that the volume of gas at -273.15 ഡിഗ്രി സെൽഷ്യസ് will be 0. വോളിയം എന്ന് പറയുന്നത് അതെ ഇത്. ഈ വോളിയം -273.15 ഡിഗ്രി സെൽഷ്യസിന് അത് 0 ആണ്. This means that gas will not exist. In fact, all the gases get liquefied before this temperature. -273.15 എന്ന ഡിഗ്രി സെൽഷ്യസിനേക്കാൾ മുമ്പ് തന്നെ എല്ലാ ഗ്യാസും ലിക്വിഡായി മാറുന്നുണ്ട്. Gases get liquefied before this temperature is reached. The lowest hypothetical or imaginary temperature at which gases are supposed to occupy 0 volume is called absolute zero. Imaginary temperature ആണ് at which gases are supposed to occupy 0 volume is called absolute zero.
ഒരു പുതിയ കൺസെപ്റ്റ് പഠിക്കുകയാണ്. അബ്സല്യൂട്ട് സീറോ -273.15 എന്നാണ്. ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. ആ ടെമ്പറേച്ചറിനകത്ത് ഗ്യാസിന്റെ വോളിയം എന്തായി മാറുന്നു? സീറോ ആയിട്ട് മാറുന്നു. നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താണ് -273.15 എന്ന് പറയുന്നത്. ഓൾ ഗ്യാസസ് ഒബേ ചാൾസ് ലോ അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഈ നമ്മുടെ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ചാൾസ് ലോ എല്ലാ ഗ്യാസും ഒബേ ചെയ്യുന്ന എപ്പോഴാണ്? വെരി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. വെരി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറാണ് അത് അനുസരിക്കുന്നത്. നമ്മൾ പഠിച്ചത് അബ്സല്യൂട്ട് സീറോ ആണ് അല്ലെ. സീറോ വോളിയം ഗ്യാസ് -273.15 degree Celsius or 0 Kelvin, at which the volume and pressure of an ideal gas extrapolated to zero. Proposed by Joseph Lambert in 1779 ജോസഫ് ലാംബർട്ട് കണ്ടുപിടിച്ചത്. അതായത് നമുക്ക് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ TK ദാറ്റ് ഈസ് ഈക്വൽ ടു സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ പ്ലസ് 273.15. TK ഇസ് മെഷേർഡ് ഇൻ കെൽവിൻ. ടെമ്പറേച്ചർ കെൽവിനകത്തോട്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ 273.15 കൊണ്ട് ആഡ് ചെയ്താൽ മതി. അതാണ് കെൽവിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അടുത്ത ലോ ആണ് ഗേ-ലുസാക്കാസ് ലോ. ഗേ-ലുസാക്കാസ് ലോ നേരത്തെ നമ്മൾ ഏതൊക്കെ 2 ലോസ് പഠിച്ചായിരുന്നല്ലോ. ഒന്ന് ബോയ്ൽസ് ലോ. ബോയ്ൽസ് ലോ എന്തായിരുന്നു? പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ചാൾസ് ലോ എന്താണ് പറഞ്ഞത്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അടുത്ത ഇവിടെ പറയുവാണ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഓക്കെ, ഗേ-ലുസാക്കാസ് ലോ അനുസരിച്ച് പറയുന്നു പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതിന് മുമ്പ് നമ്മള് ചാൾസ് ലോയ്ക്കകത്ത് എന്താ പഠിച്ചത്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലെ. ഇവിടെ പറയുന്നത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഇവിടെ വോളിയം ആൻഡ് മോൾസ് ഓഫ് ഗ്യാസ് ആർ കോൺസ്റ്റന്റ്. നമുക്ക് എല്ലാവരും വീടുകളിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്ന അല്ലെ. പ്രഷർ കുക്കറിനകത്ത് എന്താണ്? നമുക്ക് പ്രഷർ കൂടുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂട്ടുന്നു, ബോയിലിംഗ് പോയിന്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കേണ്ടത് 110 120 അത് തിളയ്ക്കുന്നു. അതിൽ അത്രയും കൂടി ടെമ്പറേച്ചർ കൂടുതൽ കിട്ടുവാണ് പ്രഷർ കൂട്ടുമ്പോൾ. അതാണ് പ്രഷർ കുക്കറിന്റെ തത്വം എന്ന് പറയുന്നത്. നമുക്ക് അധികം വേവുള്ള കടല അല്ലെങ്കിൽ പയറ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നു പ്രഷർ കുക്കറിലായിട്ട് പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന തത്വം ഇതാണ്. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഇതാണ് ഗേ-ലുസാക്കാസ് ലോ. അദ്ദേഹത്തിന്റെ ജോസഫ് ലൂയിസ് ഗേ-ലുസാക്കാസ് അദ്ദേഹത്തിന്റെ കാലഘട്ടം 1778 തൊട്ട് 1850 വരെയുള്ള സമയമായിരുന്നു. നമുക്കൊരു ഗ്രാഫ് ഗേ-ലുസാക്കാസ് ലോയുടെ ഗ്രാഫ് പ്രഷറും ടെമ്പറേച്ചറും ആണ് അതിന്റെ വേരിയബിൾസ്. ഒരു ലീനിയർ ഗ്രാഫാണ് കിട്ടുന്നത്. ലീനിയർ ഗ്രാഫാണ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലോട്ട് വേണം ഗ്രാഫ് കാണുമ്പോൾ ആരൊക്കെയാണ് 2 പ്രോപ്പർട്ടീസ് നോക്കണം. പ്രഷറും ടെമ്പറേച്ചറും ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ്? ഗേ-ലുസാക്കാസ് ലോ അനുസരിച്ചുള്ളതാണെന്ന് ഓർക്കുക. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. പ്രഷറിനെ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. അന്നേരം നമ്മൾ ടെമ്പറേച്ചറിനെ പ്രഷറിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ P/T ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. P/T ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സെയിം ക്വാണ്ടിറ്റി ഉള്ള 2 ഗ്യാസിന്റെ 2 പ്രഷറും തന്നിരിക്കുക. P1 ഉം P2 ആണെങ്കിൽ നമുക്ക് എഴുതാം P1/T1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2/T2. ഓക്കെ, P1/T1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2/T2. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു സിസ്റ്റം P1 T1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്, ഇനി T2 തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് T2ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. P1 ഉം T1 ഉം P2 ഉം അറിയാമെങ്കിൽ T2 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫ് ലഭ്യമാണ്. പ്രഷറും ടെമ്പറേച്ചറും വിവിധ തരത്തിലുള്ള വോളിയമാണ്. V1, V2, V3, V4. V4 ആണ് ഏറ്റവും വലിയ വോളിയം, V1 ഏറ്റവും കുറവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ലീനിയർ സ്ട്രക്ചറാണ് കിട്ടുന്നത്, പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള. എന്നിട്ട് നിങ്ങൾ ഈ പലതരത്തിലുള്ള ലോസ്, ഈ ലോസിൽ ഉള്ള ഗ്രാഫുകൾ, അതുപോലെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്താണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത് വോളിയവും എമൗണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. വോളിയവും എമൗണ്ടും. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് എന്നാണ്. അല്ലെങ്കിൽ എമൗണ്ട് നമുക്ക് മോൾസ് എന്ന് പറയാം. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോൾസ്. It states that equal volume of all gases under the same condition of temperature and pressure
contain equal number of molecules. ഇതാണ് അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോ വോളിയം എമൗണ്ട് റിലേഷൻഷിപ്പ് ആണ്. അവഗാഡ്രോ ലോ വെച്ച് നമുക്ക് ഗ്രാഫ് വരച്ചാൽ എമൗണ്ട് എക്സ് ആക്സിസിനകത്തും വൈ ആക്സിസിനകത്തും വോളിയം വരച്ചാൽ നമുക്കൊരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫ് കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൻ ആണെങ്കിൽ ഈ ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരിക. വി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എൻ. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം വി ബൈ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ രണ്ട് സെയിം ക്വാണ്ടിറ്റി ഉള്ള രണ്ട് വോളിയം ഉള്ള ഗ്യാസ് V1 ഉം V2 ആണെങ്കിൽ നമുക്ക് എഴുതാം V1 by N1 that is equal to V2 by N2. V1 by N1 that is equal to V2 by N2. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അറിയാൻ മേല. അപ്പൊ V1 അറിയാൻ മേല, N1 V2 N2 അറിയാം. എന്നിട്ട് നമുക്ക് V1 ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വോളിയം ഓഫ് V1 കിട്ടുന്നു. ഇതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിക്കുക. അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞാൽ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾസ് അല്ലെങ്കിൽ എമൗണ്ട്. ഈ ഗ്രാഫും ഓർത്തിരിക്കുക. വോളിയം കൂടുന്നതനുസരിച്ച് എമൗണ്ടും കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസിനെ പറ്റി പഠിച്ചില്ലേ? എമൗണ്ട് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഗ്യാസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, where M is mass of the gas under investigation and capital M എന്ന് പറയുന്നത് മോളാർ മാസ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. M ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M, വേർ M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഗ്യാസ് ഇൻ ഗ്രാം ആയിരിക്കാം. ക്യാപിറ്റൽ M എന്താണ്? മോളാർ മാസ്. ഇപ്പൊ നമ്മള് ഗ്യാസ് ലോസ്, പലതരത്തിലുള്ള ഗ്യാസ് ലോസ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ? കണ്ടു. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ലുസാക്കസ് ലോ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ലോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ഗ്യാസ് ഇക്വേഷനെ പറ്റിയാണ്. ആ ഗ്യാസ് ഇക്വേഷന്റെ പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമുക്കറിയാം, നമ്മൾ പലരോടും, നിങ്ങളുടെ തന്നെ മാതാപിതാക്കൾ ചിലരോട് പറയും ആ കുട്ടിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലെ എല്ലാ ഗ്യാസിനോടും പറയും ഐഡിയൽ ഗ്യാസിനെ കണ്ടുപിടിക്കാൻ പറയും. അതുകൊണ്ടാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു നേർരേഖയായിട്ട് എടുത്തിരിക്കുകയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ 4 വേരിയബിൾസ് ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് എനി ഗ്യാസ്. Therefore, it is also called the equation of state. ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ. എങ്ങനെയാണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ എത്തിക്കുന്നത് നോക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതാണ്: PV that is equal to nRT. ഇവിടെ പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഒരു കോൺസ്റ്റന്റ് മാത്രം നമ്മൾ അറിയാൻ മേലാത്തുള്ളത്, അതാണ് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നമുക്ക് PV that is equal to nRT എന്നുള്ള ഇക്വേഷനിലോട്ട് എത്തിയെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പം പഠിച്ച ലോസിനെ കമ്പൈൻ ചെയ്താണ്. നമുക്ക് ബോയിൽസ് ലോ എന്താണ്? ബോയിൽസ് ലോ പറയുന്നു V is inversely proportional to pressure. ചാൾസ് ലോ എന്താ പറയുന്നത്? V is directly proportional to temperature. അവഗാഡ്രോസ് ലോ V is directly proportional to N. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. ഇനി ഇത് അന്നേരം നമുക്കിവിടെ ഈ സൈഡിൽ മുഴുവനും, ലെഫ്റ്റ് സൈഡിൽ മുഴുവനും നമുക്ക് വോളിയമാണ്. ആ വോളിയം നമ്മൾ കോമൺ ആയിട്ട് എടുത്തു V. എന്നിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മുകളിലുള്ള ടേംസ് ഏതൊക്കെയാന്ന് നോക്കാം. N ഉം T യും. താഴെയുള്ളതാണ് P എന്ന് പറയുന്നത്. അന്നേരം V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു NT by PM. B that is equal to, ഈക്വൽ ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. ആ കോൺസ്റ്റന്റ് ആണ് R. R എന്ന് പറയുന്നതാണ് ഗ്യാസ് കോൺസ്റ്റന്റ്. എന്താണ് കോൺസ്റ്റന്റ്? ഇവിടെ ഗ്യാസിനെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. V that is equal to R into NT by PM. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോയുടെ കമ്പൈൻ ചെയ്യുകയാണ്. വോളിയം എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് വോളിയത്തെ മാത്രം കോമൺ ആയിട്ട് എടുത്ത് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു NT by P എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു V ദാറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു NT by P. ഇനി എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഈ P യെ നമ്മൾ വോളിയത്തിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി. അന്നേരം എന്തായി? PV ദാറ്റ് ഈസ് ഈക്വൽ ടു nRT, where P is called pressure, V വോളിയം, N നമ്പർ ഓഫ് മോൾസ്, R ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഈ 6 ഗ്യാസ് കോൺസ്റ്റന്റ് 1 മോൾ ഗ്യാസ് ആകുമ്പോൾ അതിന്റെ പ്രഷറും വോളിയവും
ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസ് 1 ആണ്. എന്നിട്ട് നമ്മൾ അതെല്ലാം കൂടെ വാല്യൂ എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആറിന്റെ വാല്യൂ പല യൂണിറ്റിൽ കിട്ടുന്നുണ്ട്. നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. ആറിന്റെ വാല്യൂ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് 8.314 പെർ കെൽവിൻ പെർ മോൾ ആണ്. പാസ്കൽ മീറ്റർ ക്യൂബിലാണ് അത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 8.314 ഇൻറ്റു 10⁻⁴ ബാർ ലിറ്റർ പെർ കെൽവിൻ പെർ മോള്. അതുപോലെ തന്നെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുവാണ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോള്. നമുക്ക് ഗ്യാസ് കോൺസ്റ്റന്റ് ആറിന്റെ വാല്യൂ പല യൂണിറ്റുകളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. R that is equal to 8.314 joule per Kelvin per mole എന്ന് ഓർക്കുക. At standard temperature pressure contains used earlier 0 degree Celsius and 1 atmosphere pressure. Value of R പലതരത്തിലുള്ള വാല്യൂ നമുക്ക് കിട്ടുകയാണ്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വരുവാണ് R that is equal to 8.314 joule per Kelvin per mole ആണെങ്കിൽ നമ്മൾ ആ വാല്യൂ ഇടുക 8.314 joule per Kelvin per mole. ഇത് ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് കേട്ടോ. ആ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കുക. നമുക്കിവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് PV that is equal to nRT. ഓക്കെ, മറന്നു പോകരുത്. PV that is equal to nRT. എങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടിയത്? ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ ഗ്യാസ് കോൺസ്റ്റന്റ് കൊടുക്കും. ആ ഗ്യാസ് കോൺസ്റ്റന്റ് പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ജൂൾ പെർ കെൽവിൻ പെർ മോളിലുള്ള വാല്യൂ ആണ് 8.314 ആണ് അവിടെ വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് PV ദാറ്റ് ഈസ് ഈക്വൽ ടു nRT. എന്നും ആറും എന്താണ് അവിടെ 1 നമ്പർ ഓഫ് മോൾസ് 1 ആണ്. പിന്നെ 6 ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാൻ സാധിക്കും. രണ്ട് സെയിം ക്വാണ്ടിറ്റിയുള്ള രണ്ട് സ്റ്റേറ്റില് P1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു P1 V1 ബൈ T1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ കമ്പൈൻഡ് ചെയ്ത്, അതായത് PV ദാറ്റ് ഈസ് ഈക്വൽ ടു nRT എന്നുള്ള നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്നിന് 1 മോൾ എന്ന് കൊടുത്തു, R ഗ്യാസ് കോൺസ്റ്റന്റും ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് രണ്ട് സ്റ്റേറ്റിലായിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുവാണ് P1 V1 എന്ന് പറയുന്ന ഒരു ഗ്യാസ്. അതിന്റെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്, അതുപോലെ ടെമ്പറേച്ചർ T1 ആണ്. സെയിം ക്വാണ്ടിറ്റി ഉള്ള ആ ഗ്യാസ് തന്നെ അടുത്ത സ്റ്റേറ്റില് P2 V2 T2 ആണ്. അന്നേരം P1 V1 ബൈ T1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2. ഇതിനെയാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്നത്. കമ്പൈൻഡ് ഗ്യാസ് ലോ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരു പ്രോബ്ലം എൻസിആർടിക്കകത്തൊക്കെ ഇഷ്ടംപോലെ പ്രോബ്ലം തന്നിട്ടുണ്ട്. ആ പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് P1 V1 T1 തന്നിട്ടുണ്ട്, P2 T2 തന്നിട്ടുണ്ട്. നമുക്ക് V2 കണ്ടുപിടിക്കണം. V2 കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് V2ന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെ കമ്പൈൻഡ് ഗ്യാസ് ലോസിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. 25 ഡിഗ്രി സെൽഷ്യസ് and 760 mm of mercury pressure, a gas occupies 600 ml volume. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം തന്നിട്ടുണ്ട് ഒരു സ്റ്റേറ്റിന്റെ. What will be its pressure at a height where temperature is 10 degree Celsius and volume of the gas is 640 ml? നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഒരു സെറ്റിന്റെ തന്നിട്ടുണ്ട്, അടുത്ത സെറ്റിന്റെ പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷർ, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് ഒക്കെ ഇങ്ങനെ എഴുതണം. ആദ്യം നമ്മുടെ ഇക്വേഷൻ ഏതാണെന്ന് ഓർത്തിരിക്കണം. പ്രഷറും ടെമ്പറേച്ചറും വോളിയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഉടനെ വരണം കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ആണിത്. P1 V1 ബൈ T1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2. നമ്മൾ പ്രഷറും വോളിയത്തിന്റെയും വാല്യൂ മാത്രമുള്ളെങ്കിൽ നമ്മൾ ഏതായിരുന്നു എടുത്തിരുന്നത്? നമ്മുടെ ബോയിൽസ് ലോ എടുത്തിരുന്നത്. എന്നാൽ ഇവിടെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഇക്വേഷൻ P1 V1 ബൈ T1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2 എന്നുള്ള ഇക്വേഷൻ എടുക്കണം. ഇനി നമുക്ക് P2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. P2ന്റെ വാല്യൂ, P2 നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? P1 V1 T2 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു V2 എന്ന് കിട്ടണം. അതിനുവേണ്ടി P1ന്റെ വാല്യൂ 760 നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതണം. ആദ്യം P1 V1 എത്രയാണ്, അതുപോലെ T1 25 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. അതിന് കെൽവിനോത്തോട്ടാക്കാൻ വേണ്ടി നമ്മൾ 273 കെൽവിൻ ഉണ്ട് നമ്മൾ കൂട്ടുകയാണ്. P1 V1 T2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T2 അങ്ങനെ തന്നെ 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അതിനെ കെൽവിനോത്തോട്ടാക്കണം. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ ഫൈനൽ കിട്ടുന്നു, P2 കിട്ടുന്നു. എളുപ്പമല്ലേ? അന്നേരം പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇതാണ് ഇക്വേഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്?
പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിന്റെ പ്രഷറാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അന്നേരം അത് നമുക്ക് P1 V1 by T1 that is equal to P2 V2 by T2 എന്നെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഓഫ് എ ഗേഷ്യസ് സബ്സ്റ്റൻസ്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് മാസും ഉണ്ട് വോളിയം ഉണ്ട്. അന്നേരം മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ക്യാൻ ബി റീഅറേഞ്ച്ഡ് ആസ് ഫോളോസ്. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV that is equal to nRT. നമ്മളിവിടെ N by V that is equal to P by RT എന്ന് കൊടുത്തു. PV that is equal to nRT നമ്മൾ N by V that is equal to P by RT എന്ന് കൊടുത്തു. റീപ്ലേസിങ് N by M by M. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഈ എന്നിന് പകരം M by ക്യാപിറ്റൽ M കൊടുക്കുക. M by ക്യാപിറ്റൽ M കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുവാണ് M by ക്യാപിറ്റൽ M into V that is equal to P by RT. M by V ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. M by V. Density divided by molar mass that is equal to P by RT, where D is the density. On rearranging equation 5.21, അതായത് ഈ ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ we get the relationship for calculating molar mass of a gas. ആ ഗ്യാസിന്റെ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്യാസിന്റെ മോളാർ മാസ് തന്നെയാണ് ക്യാപിറ്റൽ M. M that is equal to DRT by P എന്നുള്ള ഇക്വേഷനിലോട്ട് എത്തുകയാണ്. മോളാർ മാസ് ഓഫ് എനി ഗ്യാസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? M that is equal to density into gas constant into temperature divided by pressure. ഇതാണ് ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഓഫ് ഗേഷ്യസ് സബ്സ്റ്റൻസ്. ഡെൻസിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മോളാർ മാസ് ഓഫ് സബ്സ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് എന്താണ്? ഐഡിയൽ ഗ്യാസ് PV that is equal to nRT നമ്മൾ ഈ ഫോമിലോട്ട് എഴുതി. N by V that is equal to P by RT. ഇനി എന്നിന് എന്ത് കൊടുത്തു? മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. അതാണ് നമുക്കിവിടെ M by V into ക്യാപിറ്റൽ M എന്ന് കൊടുത്തു, കിട്ടി. That is equal to P by RT. M by V ഡെൻസിറ്റി എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ M that is equal to P by RT. ഇനി ഇതിൽ നിന്ന് മോളാർ മാസ് ഓഫ് ഗ്യാസ് കണ്ടുപിടിക്കാൻ വേണ്ടി DRT by P എന്നുള്ള ഇക്വേഷനിലെത്തി. ഓക്കെ, ചോദിക്കാം കേട്ടോ പരീക്ഷയ്ക്ക്. ഇപ്പൊ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു. ഇനി നമുക്ക് അടുത്താണ് ഡാൾട്ടൺസ് ലോ. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആണ് പഠിക്കുന്നത്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ജോൺ ഡാൾട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഡാൾട്ടൺസ് ലോ എന്താണ്? നമുക്ക് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നോക്കാം. എയർ പലതരത്തിലുള്ള നോൺ റിയാക്ടിങ് ആയിട്ടുള്ള ഗ്യാസിന്റെ മിശ്രിതം. O2ന്റെ പാർഷ്യൽ പ്രഷറാണ് 20.9, N2 78.1, ആർഗൺ 0.97 പ്രഷർ, അതിന്റെ പ്രഷറാണ്. H2O 1.28, കാർബൺ ഡൈ ഓക്സൈഡ് 0.05. ഇതെല്ലാം അതിന്റെ പാർഷ്യൽ പ്രഷേഴ്സാണ്. അന്നേരം ഈ എയറിൽ അടങ്ങിയിരിക്കുന്ന നോൺ റിയാക്ടിങ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഗ്യാസുകളാണ് ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ, H2O, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി എയറിന്റെ ടോട്ടൽ പ്രഷർ 101.3 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഗ്യാസുകളിൽ എല്ലാത്തിന്റെയും പ്രഷറിന്റെ ആകെ തുകയാണ് 101.3. ഇതാണ് ഡാൾട്ടൺ പറഞ്ഞത്. ആ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമുക്ക് മനസ്സിലാകുന്നത്. എയർ ഇസ് എ മിക്സർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് പലതരത്തിലുള്ള നോൺ റിയാക്ടിങ് ഗ്യാസസ് ആണ്. The total pressure exerted by air is equal to the sum of partial pressures of each gas. ഓർക്കുക, the total pressure exerted by air is equal to the sum of partial pressures of each gas. ഇതാണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്. ജോൺ ഡാൾട്ടൺ ആണിത്. The total pressure in a container is the sum of the pressure each gas would exert if it were alone in the container. The pressure of a gas is caused by the collision of molecules with the walls of container. നിങ്ങൾക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസിന്റെ പ്രഷർ. The pressure of a gas is caused by the collision of molecule with the walls of the container. കണ്ടെയ്നറിന്റെ വോൾസിന് ചെന്ന് മോളിക്യൂൾസ് ചെന്ന് ശക്തമായിട്ട് ഇടിക്കുക. അതിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എയറിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്?
P1 plus P2. P1 എന്തായിരിക്കും? ഓക്സിജന്റെ പ്രഷർ പ്ലസ് നൈട്രജന്റെ പ്രഷർ പ്ലസ് അങ്ങനെ എത്ര നോൺ റിയാക്ടിങ് ഗ്യാസ് ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ പ്രഷറിന്റെ ആകെ തുകയാണ് എയറിന്റെ ടോട്ടൽ പ്രഷർ. ഓക്കെ, ഇതാണ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. What is the pressure total of a mixture of argon, carbon dioxide and water vapor, wherein pressure of argon is 12.1, pressure of carbon dioxide is 20.1 and pressure of water vapor is 2.4. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുകയാണ് പ്രഷർ ഓഫ് ടോട്ടൽ മിക്സർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ മിക്സർ, അതിനകത്ത് മിക്സറിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ആർഗണ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ. ഈ 3 പേരുടെയും കൂടെ ടോട്ടൽ പ്രഷർ ആണ് അതിന്റെ ആ മിക്സറിന്റെ ടോട്ടൽ പ്രഷർ. ഇതാണ് ഡാൽട്ടൺസ് ലോ പറയുന്നത്. ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന് തുല്യമാണ്. Dalton's law of partial pressure. The total pressure of a mixture of non-reacting gases in a system is the sum of their partial pressures. Sum of their partial pressures. Partial pressure of a component. The pressure that would be exerted if it were present alone and occupied the same volume as in mixture. Okay. P total that is equal to P1 plus P2 plus P3 plus P4. എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും മോളിക്യൂൾസിന്റെ പ്രഷർ, അതാണ് Pn എന്ന് പറയുന്നത്. നമുക്ക് അന്നേരം ഇങ്ങനെ പാർഷ്യൽ പ്രഷറിൽ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് ഫോർ ഗ്യാസ് എ നമുക്ക് എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV ദാറ്റ് ഈസ് ഈക്വൽ ടു nRT. അതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇപ്പം 3 ഗ്യാസുകളുണ്ട്, A, B, C ആണെങ്കിൽ Na, Nb and Nc be the number of moles of gas A, B and C. Partial pressure of the gases are PA, PB, PC. Ideal gas equation PV that is equal to nRT. Therefore gas A, gas Aക്ക് PA, അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുക്കുക. PV that is equal to nRTയുടെ P എടുക്കുകയാണ്. അതാണ് A എന്ന ഗ്യാസിന്റെ ആണെങ്കിൽ PA that is equal to, ഇവിടെ nRTക്കകത്ത് നമ്പർ ഓഫ് മോൾസ് എന്ന N, അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് A ആണ്. NaRT by V എന്ന് കൊടുത്തു. ഈ ഗ്യാസ് Bക്ക് PV that is equal to nRTക്ക് എന്ത് കൊടുത്തു? PB that is equal to NBRT by V എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഗ്യാസ് Cക്ക് PC that is equal to NCRT by V എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ നമ്മൾ PC that is equal to NCRT by V എന്ന് കൊടുത്തു. നമുക്ക് അവസാനം കിട്ടുകയാണ് ഇതിന്റെ ഇക്വേഷനൊക്കെ ഡിവൈഡിങ് ഇക്വേഷൻ 1/4 ഒക്കെ ആക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് that is equal to number of moles of gas divided by total number of moles of into total pressure. നിങ്ങൾ വേറെ ഒന്നും ഓർത്തിരിക്കേണ്ട, ഇവിടെ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. പാർഷ്യൽ പ്രഷർ ഓഫ് A is directly proportional to Na, number of moles ഈക്വൽ ആണ്. Similarly, PB is directly proportional to number of moles of B and PC is also directly proportional to number of moles of C. Okay, ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത് പ്രഷറും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. A sample relationship exists between the total pressure and individual partial pressure. അതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സൊല്യൂട്ട് അല്ലെങ്കിൽ എ പാർട്ടിക്കിൾ ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആ മിക്സർ. അതിനെയാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Na by Na plus Nb. Relationship between partial pressure and number of mole fraction of a gas. Relationship between partial pressure, അതായത് P that is equal to mole fraction into total pressure എന്നാണ്. പാർഷ്യൽ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. അതാണ് ഇക്വേഷൻ. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമുക്ക് പറയാം Pi by Pt that is equal to Ni by Nt or Pi that is equal to Ni by Nt into Pt. ഇനി Ni by Nt നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ
where x is called mole fraction. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ആണ്. പാർഷ്യൽ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഓർത്തിരിക്കാമല്ലോ. അതായത് പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അതിന് ഈക്വൽ ആക്കുവാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ PT. ഇതാണ് നമ്മൾ ഡാൽട്ടൺസ് ലോ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? നോൺ റിയാക്ടിങ് ഗ്യാസിന് കേട്ടോ. നോൺ റിയാക്ടിങ് ഗ്യാസിന്റെ പറ്റി ഉള്ള നോൺ റിയാക്ടിങ് ഗ്യാസ് ഉള്ള മിശ്രിതത്തിലാണ് ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. കളക്ഷൻ ഓഫ് ഗ്യാസസ് ഓവർ വാട്ടർ. നമുക്കറിയാം ചില ഗ്യാസുകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ശേഖരിച്ചു വെക്കണം ലാബിലൊക്കെ. അതിനുവേണ്ടി ചില ഗ്യാസിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്, ഗ്യാസ് കളക്ട് ചെയ്യുന്നത്. ഇപ്പം വാട്ടറിന്റെ മുകളിൽ O2 ഗ്യാസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. O2 ഗ്യാസ്. When a gas is collected over water, provided that the gas is insoluble in water, gas become moist. The total pressure of moist gas will be equal to. ഇവിടെ ഓക്സിജൻ ഗ്യാസിന് ഈർപ്പമുണ്ടായിരിക്കും. കാരണം താഴെ എന്തിന്റെ മുകളിലാണ് ഇത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? വെള്ളത്തിന്റെ മുകളിലാണ്. വെള്ളത്തിന്റെ മുകളിലാകുമ്പോൾ നമുക്ക് അവിടെ അറിയാം ഒരു ഈർപ്പം അനുഭവപ്പെടും. അതുകൊണ്ട് ഇതിന് ടോട്ടൽ പ്രഷർ ഓഫ് മോയിസ്റ്റ് ഗ്യാസ് വിൽ ബി ഈക്വൽ ടു, ഇവിടുത്തെ ഇത് ഡ്രൈ ഗ്യാസ് ആയിരിക്കത്തില്ല. ഡ്രൈ ഗ്യാസ് ആകുന്നതിന് വരെ എന്താണ്? ഈർപ്പമുള്ള ഗ്യാസ് ആയിരിക്കും. അതിന്റെ പ്രഷർ, ടോട്ടൽ പ്രഷർ ഓഫ് മോയിസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ഗ്യാസ് പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ. നമ്മൾ പഠിച്ചു എന്താണ് ഡാൽട്ടൺസ് ലോ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ പാർഷ്യൽ കമ്പോണൻസിന്റെ പാർഷ്യൽ പ്രഷറിന് തുല്യമായിരിക്കും എന്ന് പറയുന്നത്. പാർഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ആരൊക്കെയാണ്? പ്രഷർ ഓഫ് ഗ്യാസ് പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ ആണ്. ഓർ ഗ്യാസ്, ഇതാണ് ഈ ഇക്വേഷൻ നമുക്ക് ഗ്യാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡ്രൈ ഗ്യാസിന്റെ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു P ടോട്ടൽ മൈനസ് പ്രഷർ ഓഫ് വാട്ടർ. P ടോട്ടൽ മൈനസ് പ്രഷർ ഓഫ് വാട്ടർ ആണ്. ദ പ്രഷർ ഡ്യൂ ടു വാട്ടർ വേപ്പർ ഇസ് കോൾഡ് അക്വസ് ടെൻഷൻ. ദ പ്രഷർ ഡ്യൂ ടു വാട്ടർ വേപ്പർ, മോയിസ്റ്റ് ഗ്യാസിന്റെ ഇതിനെയാണ് പറയുന്നത്. ദ പ്രഷർ ഡ്യൂ ടു വാട്ടർ വേപ്പർ ഇസ് കോൾഡ് അക്വസ് ടെൻഷൻ. അന്നേരം പ്രഷർ ഓഫ് ഗ്യാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ടോട്ടൽ പ്രഷർ മൈനസ് അക്വസ് ടെൻഷൻ. ഓക്കെ. പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ്, എവിടെയാണ് ഡ്രൈ ഗ്യാസ് ഉള്ളത്? വെള്ളത്തിന്റെ മുകളിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഓക്സിജന്റെ പ്രഷർ കണ്ടുപിടിക്കണം. അതിനാണ് പ്രഷർ, അതാണ് പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഓക്സിജൻ ഗ്യാസ് ആക്ച്വലി എന്താണ്? വെള്ളവുമായിട്ട് ഇത് ഈർപ്പമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമുക്ക് പ്രഷർ ഓഫ് ഗ്യാസ് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പ്രഷർ ഓഫ് ഗ്യാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ മൈനസ് പ്രഷർ ഓഫ് വാട്ടർ. പ്രഷർ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ പറയുന്നത് അക്വസ് ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതൊരു ഡാൽട്ടൺസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബോയിൽസ് ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, അതായത് നോൺ റിയാക്ടിങ് ഗ്യാസ് ഉള്ള ഇതിനെയാണ് പറയുന്നത് അല്ലേ, പാർഷ്യൽ പ്രഷർ ഓഫ് ഡാൽട്ടൺസ് ലോ എന്ന് പറയുന്നത്. ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. റിയാക്ട് ചെയ്യുന്ന ഗ്യാസസിന് ഒരിക്കലും ഡാൽട്ടൺസ് ലോ അനുസരിക്കത്തില്ല കേട്ടോ. അതായത് HCl അമോണിയയും ഒക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അസിഡിക്കും ബേസിക്കും ക്യാരക്ടറുകളാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഗ്യാസസ് ഡാൽട്ടൺസ് ലോയുടെ ഒബേ ചെയ്യാത്തതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. NCERT ടെക്സ്റ്റ് വായിക്കുക, അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.